ഫ്രൂട്ട് ജ്യൂസ് നല്ലതാണോ? പല ആളുകളും അവരുടെ ആരോഗ്യത്തിനായിട്ട് അവർ ചെയ്യുന്നത് ഫ്രൂട്ട് ജ്യൂസ് ആക്കി കഴിക്കുക എന്നുള്ളതാണ്. കാരണം കടിച്ച് കഴിക്കാനുള്ള മടി കാരണം തണ്ണിമത്തങ്ങയാണെങ്കിൽ തണ്ണിമത്തങ്ങയുടെ ജ്യൂസ്, മാമ്പഴമാണെങ്കിൽ മാമ്പഴത്തിൻ്റെ ജ്യൂസ്, പേരയ്ക്കയാണെങ്കിൽ പേരയ്ക്കയുടെ ജ്യൂസ്, പഴമാണെങ്കിൽ പഴത്തിൻ്റെ ജ്യൂസ്. ഇതാണ് സ്ഥിരമായിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കഴിക്കുന്നത്. കാരണം ആരോഗ്യത്തിന് വേണ്ടി അതിൻ്റെ ഗുണം കിട്ടാനായിട്ടാണ് മിക്ക ആളുകളും കഴിക്കുന്നത്. ഗുണം കിട്ടില്ല എന്നുള്ളത് ആദ്യമേ പറയട്ടെ. അതുകൂടാതെ ഇത് നമ്മുടെ ശരീരത്തിനും ദോഷം ചെയ്യും. എങ്ങനെയാണ് ശരീരത്തിന് ദോഷം ചെയ്യുമെന്ന് പറയട്ടെ. ഇത് ജ്യൂസ് ആക്കുന്ന സമയത്ത് ഇത് ഫുൾ ഒരു ലിക്വിഡ് ഫ്രക്ടോസ് ആണ്. അത് നമ്മുടെ ശരീരത്തിലോട്ട് എത്തിയാൽ റാപ്പിഡ് സ്പൈക്ക് ഓഫ് ഗ്ലൂക്കോസ് ആണ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നത്. അപ്പോൾ ശരീരത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലോട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യും? നേരെ പോയി ലിവറിലടിയും. അതുകൊണ്ടാണ് ഇത്തരം ആളുകളിൽ ഫാറ്റി ലിവർ ഉണ്ടാവുന്നത്. നമ്മൾ ഫ്രൂട്ട് ജ്യൂസ് സ്ഥിരമായി കുടിച്ചാൽ ഫാറ്റി ലിവർ ഉണ്ടാവും. ഇതിനോടൊപ്പം കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ് ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫ്രൂട്ട് നമ്മൾ ചവച്ചരച്ച് കഴിക്കുക. കാരണം ആ ഫൈബർ നമ്മുടെ ശരീരത്തിലോട്ട് എത്തണമെങ്കിലും അതുപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള എല്ലാ ഗുണങ്ങളും നമ്മുടെ ശരീരത്തിലോട്ട് എത്തണമെങ്കിൽ ചവച്ചരച്ച് കഴിച്ചാലേ ഫ്രൂട്ടിൻ്റെ ഗുണങ്ങൾ പൂർണ്ണമായിട്ടും കിട്ടുള്ളൂ. ഇനിയെങ്കിലും ഫ്രൂട്ട് ജ്യൂസ് സ്ഥിരമായി കഴിക്കുന്നത് ഒഴിവാക്കുക. വല്ലപ്പോഴും ഒക്കെ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മിക്ക ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ്.